10-15 വർഷങ്ങൾക്ക് മുന്നേ അന്ന് നമ്മൾ ഉപയോഗിച്ച നോക്കിയ N72 ഫോണിൽ 200 അല്ലെങ്കിൽ 300 MB ഡാറ്റ ഒരാഴ്ചത്തേക്ക് ധാരാളമായിരുന്നു. എന്നാൽ ഇന്നൊരു ദിവസം എങ്ങനെ പോയാലും ഒരു 1.5 അല്ലെങ്കിൽ 2 GB ഡാറ്റയിലേറെ ആവശ്യമാണ്. ഇൻ്റർനെറ്റ് ഇന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയകൾ, OTT സിനിമകൾ, ഓൺലൈൻ ബുക്കിംഗ്, പേയ്മെൻറ്റ് തുടങ്ങിയ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ പലതിലും ഇൻ്റർനെറ്റിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എന്നാൽ ഒരു ദിവസം ഇതൊന്നും പ്രവർത്തിക്കാതായാൽ അന്ന് ലോകം തന്നെ തലകീഴായി മറിയുന്നതിന് തുല്യമായിരിക്കും. നമുക്ക് നോക്കാം. പെട്ടെന്നൊരു ദിവസം ഇൻ്റർനെറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? സോഷ്യൽ മീഡിയകൾ ഓഫ്ലൈൻ ആവുന്നതോടായിരിക്കും ഇൻ്റർനെറ്റ് ലഭിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ ആർക്കെങ്കിലും ഫോൺ വിളിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. കാരണം ഇപ്പോൾ നമ്മൾ മാത്രമല്ല പരിഭ്രാന്തരായി നിൽക്കുന്നത്. ലോകം മൊത്തം ഈ കാര്യത്തിനു വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഓവർലോഡ് കാരണം ആർക്കും കോൾ കണക്റ്റ് ആവാത്ത അവസ്ഥയായിരിക്കും. ഇൻ്റർനെറ്റ് ഇല്ലാതാവുന്നതിൻ്റെ ആദ്യ നിമിഷം ഇങ്ങനെയായിരിക്കും. അങ്ങനെയെങ്കിൽ ജനങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി കുറെ കൂടി സോഷ്യൽ ആവില്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 6 മണിക്കൂർ ഫേസ്ബുക്കിൻ്റെ സെർവർ ഷട്ട് ഡൗൺ ആയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഈ കമ്പനിക്കുണ്ടായ നഷ്ടം കോടികളാണ്. എന്നാൽ ലോകം മൊത്തം ഇൻ്റർനെറ്റ് ഇല്ലാതായാൽ ഇതുപോലുള്ള ഭീമൻ കമ്പനികൾ മൊത്തമായും അടച്ചു പൂട്ടേണ്ടി വരും. അതുമൂലം ലക്ഷക്കണക്കിന് പേർക്ക് ജോലി നഷ്ടമാവും. ഈ കൂട്ടത്തിൽ നമ്മുടെ ഫേവറേറ്റ് യൂട്യൂബേഴ്സും ഉണ്ടാവും. യൂട്യൂബിനെ പോലെ ഗൂഗിളിൻ്റെ പല സേവനങ്ങളും ഇല്ലാതായി നമ്മുടെ സ്മാർട്ട് ഫോണ് സ്മാർട്ട് അല്ലാത്ത ഫോണായി മാറും. വഴികാട്ടിയായ ഗൂഗിൾ മാപ്സ്, വിവരങ്ങൾ അറിയാൻ വിക്കിപീഡിയയും, കളിക്കാൻ ഓൺലൈൻ ഗെയിംസും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി TV കാണാൻ ശ്രമിച്ചാൽ കേബിൾ TV കണക്ഷൻ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇന്നത്തെ ടെക്നോളജി ടെലികാസ്റ്റ് മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള മേഖലകളിൽ ഇൻ്റർനെറ്റിൻ്റെ ചെറുതും വലുതുമായ നിരവധി ഉപയോഗം ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഭാവത്തിൽ പഴയ ടെക്നോളജി തിരികെ കൊണ്ടുവരാൻ മാസങ്ങൾ എടുക്കും. അതുകൊണ്ട് താൽക്കാലികം TV കാണണമെങ്കിൽ പഴയ DVD പ്ലെയർ പൊടി തട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് ബാങ്കുകളിൽ കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് സൂക്ഷിച്ചു വെക്കുന്നത് ഓൺലൈൻ സെർവറുകളിലാണ്. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാനാവാതെ ഇങ്ങനെ പല സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അവതാളത്തിലാവും. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കാശിന്റെ കാര്യത്തിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ATM കാർഡുകൾ ഉപയോഗമില്ലാതെ വെറും ഒരു പ്ലാസ്റ്റിക് കാർഡായി മാറും. ഇന്റർനെറ്റ് ലഭിക്കാതെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശിനും ഒരു തെളിവും ഉണ്ടാവില്ല. അങ്ങനെ കയറ്റുമതി, ഇറക്കുമതി, ഉൽപാദനം, അങ്ങനെ പല മേഖലകളെയും മന്ദഗതിയിലാക്കിക്കൊണ്ട് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മൊത്തത്തിൽ തകരാറിലാക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഇന്റർനെറ്റിനെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് അധിക നാളൊന്നുമായില്ല. അതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചാലും പഴയ ടെക്നോളജിയും ഹോബീസും ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് 90s പോലെ ജീവിച്ച് ഇന്റർനെറ്റ് ഇല്ലാത്ത ലോകത്തോട് ജനങ്ങൾ പൊരുത്തപ്പെടുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.